പോലീസ് ഏമാമാർക്കൊക്കെ ഇപ്പോൾ സമയം തീരെ ശരിയല്ല. നാട്ടിലെ അഴിമതിയും കള്ളത്തരവും കൈക്കൂലിയും ഒക്കെ ഇപ്പോൾ പോലീസ് ഏമാന്മാർ ഏറ്റെടുത്ത് തുടങ്ങിയതോടെ മറ്റ് അഴിമതി വീരന്മാരൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ മലപ്പുറത്ത് നടന്നിരിക്കുന്നത്. കോറി ഉടമകളെ ഭീഷണിപ്പെടുത്തി 22 ലക്ഷം രൂപയാണ് കൈക്കൂലിയായിട്ട് SHOയും SIയും ഒക്കെ വാങ്ങിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഇരുവരുടെയും തൊപ്പിതെറിച്ച വിവരങ്ങളും പുറത്തുവരികയാണ്. അതായത് വളാഞ്ചേരി SHO US സുനിൽദാസ്, SI PB ബിന്ദുലാൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മലപ്പുറം SPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നതും. SI ബിന്ദുലാലിനെ ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത വാർത്തകളും പുറത്തു വന്നിരിക്കുന്നു. CI സുനിൽദാസ് ആകട്ടെ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് വിവരങ്ങൾ. സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്ഫോടക വസ്തു പിടിച്ചെടുത്ത കേസിലെ പ്രതിയെയും കൂട്ടാളിയെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇവർ 22 ലക്ഷം രൂപ കൈക്കൂലിയായി വാങ്ങിയതെന്നാണ് ഇവർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് സംഭവം നടക്കുന്നത്. വളാഞ്ചേരി SI ബിന്ദുലാലും ഇൻസ്പെക്ടർ സുനിൽദാസും ചേർന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇവരെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത്. കേസിൽ പ്രതിയായ തിരൂർ മുത്തൂർ സ്വദേശി നിസാറിനെയും കൂട്ടാളിയും റിമാൻഡിലാക്കുമെന്നും SI ഇൻസ്പെക്ടറും ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇവരുടെ കൂടെ ചില ഭൂ ഉടമകൾക്കെതിരെയും കേസെടുക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. തുടർന്ന് ഇവർ കൈക്കൂലി ആവശ്യപ്പെട്ടു. ഇതുപ്രകാരം തന്നെ ബിന്ദുലാൽ 10 ലക്ഷം രൂപയും സുനിൽദാസ് 8 ലക്ഷം രൂപയും കൈക്കൂലിയായി വാങ്ങിയെന്നാണ് ഇവർ പറയുന്നത്. ഇതിനെല്ലാം ഇടനിലക്കാരനായി നിന്ന അസൈനാർ 4 ലക്ഷം രൂപയും കൈപ്പറ്റിയെന്നും വിവരങ്ങളുണ്ട്. നിസാർ ഈ വിവരം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മലപ്പുറം DYSP മനോജാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. കേസ് തിരൂർ DYSPക്ക് കൈമാറി. തിരൂർ DYSP കഴിഞ്ഞ ദിവസം രാവിലെ വളാഞ്ചേരി സ്റ്റേഷനിലെത്തി പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും SIയെയും ഇടനിലക്കാരനെയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. അറസ്റ്റിലായ പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കോറി ഉടമയെ ഭീഷണിപ്പെടുത്തി 22 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ഇവർക്കെതിരെയുള്ള കേസും. നിലവിൽ ഇപ്പോൾ അവധിയിലുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുനിൽദാസ് ആണ് ഒളിവിൽ പോയിരിക്കുന്നത്. രണ്ടുപേരെയും ഉത്തരമേഖല IG K സേതുരാമനാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പാറമടയിലേക്ക് കൊണ്ടുവന്ന സ്ഫോടക വസ്തു മാർച്ച് 29-ന് വളാഞ്ചേരി പോലീസ് പിടികൂടിയ സംഭവത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലായ കോറി ഉടമ നിസാറിൽ നിന്നും ഇവർ കൈക്കൂലിയായി 22 ലക്ഷം തട്ടിയെടുത്തിരിക്കുന്നത്. അതേസമയം നിസാറിനൊപ്പം തന്നെ മറ്റ് സ്ഥല ഉടമകളെയും ഇവർ അറസ്റ്റ് ചെയ്യുമെന്നും കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ പണം നൽകണമെന്നും ആവശ്യപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. അതനുസരിച്ചാണ് ഇവർ പരാതി നൽകിയതെന്നാണ് വ്യക്തമാകുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് കൊള്ള, ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തി ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നതും. ഈ സംഭവത്തിൽ ഇപ്പോൾ ബിന്ദുലാലിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയും സുനിൽദാസ് ഒളിവിലായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നതും. അത് മാത്രമല്ല ബിന്ദുലാൽ, അസൈനാർ എന്നിവരെ തിരൂർ മജിസ്ട്രേറ്റ് ശ്രീജ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലാക്കിയിരിക്കുന്നു. സുനിൽദാസ് ഗുരുവായൂരിലെ വീട് പൂട്ടി ഒളിവിൽ പോയതായിട്ടാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ സുനിൽദാസിനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.